ഈ മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപനെതിരെ തൃശൂർ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന പോസ്റ്ററിൽ ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3-അംഗ സമിതി ഇന്ന് തെളിവെടുപ്പിനെത്താനിരിക്കെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനിത, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയും അതുപോലെ തന്നെ DCC ഓഫീസിൽ നടന്ന കൂട്ടത്തലും ഒക്കെ പഠിക്കാൻ KPCC നിയോഗിച്ച ഉപസമിതി ഇന്ന് തൃശ്ശൂർ DCC ഓഫീസിലെത്തും. നേതാക്കളെയും DCC ഭാരവാഹികളെയും എല്ലാം കാണും, വിവരങ്ങൾ ആരായും. KC ജോസഫ്, അതുപോലെ T സിദ്ദിഖ്, അതുപോലെ R ചന്ദ്രശേഖരൻ, ഈ 3-അംഗ സമിതിയാണ് DCC ഓഫീസിൽ ഇന്ന് എത്തുക. ഇതിനിടെയാണ് വീണ്ടും ഇന്ന് തൃശ്ശൂർ DCC ഓഫീസിന് പരിസരത്തും അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ് ഓഫീസിന് സമീപത്തൊക്കെയായി ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. RSSന്റെ അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഒക്കെ ഏജന്റായ ടി.എൻ. പ്രതാപനെ ഒറ്റപ്പെടുത്തണം എന്നാണ് പോസ്റ്റർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി ചേർത്ത പോസ്റ്ററുകളാണ് ഈ 2 സ്ഥലങ്ങളിലായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപനെ മാറ്റി K മുരളീധരൻ വരുന്ന സമയത്ത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതായത് ടി.എൻ. പ്രതാപൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തരം പ്രചാരണം വന്നിരുന്നു. ഇതെല്ലാം ലക്ഷ്യം വെച്ചാണ്, അല്ലെങ്കിൽ ഇതെല്ലാം മുന്നം വെച്ചാണ് ഇത്തരത്തിൽ മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് തൃശൂർ DCCയുടെ താൽക്കാലിക അധ്യക്ഷനായി VK ശ്രീകണ്ഠൻ ചുമതലയേറ്റ. അന്ന് അദ്ദേഹം കർശനമായ ഒരു നിലപാടുകളെല്ലാം പറഞ്ഞിരുന്നു. ചുമതലയേറ്റ ശേഷം വാർത്താ സമ്മേളനം വിളിച്ച്, അതായത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്കെതിരെയും അതുപോലെ നേതാക്കൾക്കെതിരെയും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ 24 മണിക്കൂറിനകം അത് പിൻവലിക്കണം, മേലിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന തരത്തിലുള്ള താക്കീതെല്ലാം നൽകിയിരുന്നു. പക്ഷേ ആ താക്കീതെല്ലാം ഒന്നും വിലപ്പോകുന്നില്ല എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അതിനുശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ഇത്തരം പോസ്റ്ററുകൾ DCC ഓഫീസ് സമീപത്തും അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ് ഓഫീസിന്റെ പരിസരത്തും എല്ലാം പ്രത്യക്ഷപ്പെട്ടത്. ഈ ഉപസമിതി ഇന്ന് എത്തും, തൃശൂർ DCCയിലെത്തി ഈ തെളിവുകളും വിവരങ്ങളും എല്ലാം ശേഖരിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് DCC നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ VK ശ്രീകണ്ഠന്റെ താക്കീത് പോലും ലംഘിച്ചാണ് ഇത്തരത്തിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് DCCയിലെ ഈ പോസ്റ്റർ യുദ്ധവും മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, അവസാനിക്കാനുള്ള യാതൊരു സാഹചര്യം കാണാനില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് ശരി, അനീഷയുടെ വിവരങ്ങൾ നൽകിയത്.